ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പിന്നെ കുറച്ച് എക്സ്പ്ലനേഷനും പറഞ്ഞിട്ട് നമുക്ക് പോവാണ്. 197/2014 എക്സാം ആണ്, എക്സാം പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഈച്ച് ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓട്ടോ അനലൈസേഴ്സ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറി എംപ്ലോയീസ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി. പൊതുവെ ലാബിൽ യൂസ് ചെയ്യുന്ന ഓട്ടോ അനലൈസേഴ്സിലെ ഏത് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തിൻ്റെ ബേസിസിലാണ് നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കൈനറ്റിക് അനാലിസിസ്, എൻഡ് പോയിന്റ് അനാലിസിസ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് നൺ ഓഫ് ദി എബോവ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൈനറ്റിക് അനാലിസിസ് ആണ്. കാരണം എന്താ പറയുക, നമ്മുടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് കെമിക്കൽ പ്രോസസ് ബേസ്ഡ് ആയിട്ടാണ് ഓട്ടോ അനലൈസേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ കൈനറ്റിക് അനലൈസിസിൻ്റെ ബേസിലായിരിക്കും. ആൻഡ് അത് നമുക്ക് റാപ്പിഡ് ആൻഡ് ആക്യുറേറ്റ് അനലൈസിസിനെ ഹെൽപ്പ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ബയോളജിക്കൽ സാമ്പിൾസ് ഓട്ടോ അനലൈസേഴ്സിൽ കൊടുക്കുന്നതും കൈനറ്റിക് അനാലിസിസ് അതിൽ അപ്ലൈ ചെയ്യുന്നത് കാരണമാണ്, അതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഹോപ്പ് അതെല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് എമിഷൻ സ്പെക്ട്രോമെട്രി ഇതിൽ ഏതാണെന്നാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് മോണോക്രോമാറ്റർ, സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഫോട്ടോമെട്രിക് കൊളോറിമീറ്റർ, പിന്നെ തേർഡ് ഓപ്ഷൻ പറയുന്നത് സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് ഫ്ലെയിം ഫോട്ടോമീറ്റർ. ഇതിൽ എമിഷൻ സ്പെക്ട്രോമെട്രി വരുന്നത് ഏതിലാണ്? സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ്. അത് എന്താ പറയുക, ഒരു സബ്സ്റ്റൻസ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ബേസ്ഡ് ആയിട്ടാണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാം എന്ന് പറയുന്നത് തന്നെ എമിഷൻ ബേസ്ഡ് അല്ല, അബ്സോർപ്ഷൻ ബേസ്ഡ് ആണ്. ഈ ക്രോമാറ്റോർ എന്താണ് ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെലക്ടിങ് ആ സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ബട്ട് നോട്ട് ഫോർ എമിഷൻ സ്പെക്ട്രോമെട്രി. ആൻഡ് ഇൻ കേസ് ഓഫ് ഫോട്ടോമെട്രിക് കൊളോറിമീറ്റർ നമ്മുടെ അബ്സോർബൻസ് ആണ് മെഷർ ചെയ്യുന്നത് റാദർ ദാൻ എമിഷൻ. ആൻഡ് ഇൻ കേസ് ഓഫ് ഫ്ലെയിം ഫോട്ടോമീറ്റർ എമിഷൻ എന്താ പറയുക ആണ് മെഷർ ചെയ്യുന്നത്. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള എലമെൻസിന് വേണ്ടി മാത്രം, ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, അതായത് അതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ബട്ട് നോട്ട് ഇൻ ജനറൽ ആസ് എ സ്പെക്ട്രോമെട്രി ടൂൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സ്പെക്ട്രോഫോട്ടോമീറ്റർ ആണ്. ഹോപ്പ് അത് ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോർമൽ റേഞ്ച് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്കറിയാം 1.015 to 1.025 ആണ്. ഇതാണ് നോർമൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രോപ്പർ കിഡ്നി ഫംഗ്ഷൻ. ബാക്കിയുള്ള റേഞ്ചുകൾ ആസ് വി നോ ഇറ്റ്സ് നോട്ട് ദ ഫിസിയോളജിക്കൽ റേഞ്ച്, സോ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ആൻഡ് ഇൻ കേസ് ഓഫ് 1.310 to 1.415 this is as unusually high. ആൻഡ് ഇങ്ങനൊരു റേഞ്ച് ആണ് കാണിക്കുന്നതെങ്കിൽ സിവിയർ ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ ഇതിലും കിഡ്നി ഡിസീസോ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് 1.000 to 1.005 എന്ന് പറയുന്നത് പ്യുവർ വാട്ടറിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഈ പ്യുവർ വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനോട് ഈക്വൽ ആണ്. അത് എക്സ്ട്രീം ഡൈലൂഷൻ ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ കറക്റ്റ് അല്ല. ഇൻ 0.510 ആസ് ഐ ഓൾറെഡി ടോൾഡ് ഇത് സൈക്കോളജിക്കൽ റേഞ്ചിനേക്കാളും വളരെ താഴെയാണ്, അതുകൊണ്ട് ഇത് ശരിയല്ല. ഓക്കെ, ഹോപ്പ് ദാറ്റ് ഹെൽപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാൻഡർബർഗ് റിയാക്ഷൻ ഏത് അനലൈസിസിലാണ്, ഇതിൽ എന്തിൻ്റെ അനലൈസ് ചെയ്യുന്നതാണ് ഇത് യൂസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബിലിറൂബിൻ, ബി കാൽഷ്യം, സി ട്രാൻസാമിനേസസ്, ഡി പ്രോത്രോംബിൻ. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ബിലിറൂബിൻ ആണ്. ഇത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, അതായത് കോൺജുഗേറ്റഡ് ആൻഡ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ലിവർ ഡിസീസസിലെ ഡയഗ്നോസിസിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടുള്ള ഒരു റിയാക്ഷനാണ് വാൻഡർബർഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ കാൽഷ്യം ലെവൽസ് നമ്മൾ മെഷർ ചെയ്യുകയാണെന്നത് സ്പെക്ട്രോഫോട്ടോമെട്രി ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. ഈ റിയാക്ഷൻ വെച്ചിട്ടായിരിക്കില്ല. ഇനി ട്രാൻസാമിനേസസ് ആണെങ്കിൽ എൻസൈം ആണ്, അതുകൊണ്ട് എൻസൈം എസേസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതായിരിക്കില്ല, ബിലിറൂബിൻ ആയിരിക്കില്ല. പിന്നെ പ്രോത്രോംബിൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ക്ലോട്ടിംഗ് ടൈം ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും, വാൻഡർബർഗ് റിയാക്ഷൻ അല്ല. ഹോപ്പ് ദാറ്റ് ഹെൽപ്സ്.
ഓക്കെ. 1 ലെറ്റർ കോഡ് ഫോർ ഗ്ലൈസിൻ എന്ന് പറയുന്നത് ജി ആണ്. അങ്ങനെ ഓരോന്നിൻ്റെയും 1 ലെറ്റർ കോഡ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഗ്ലൈസിൻ്റെ ആണ് എന്ത് ഇതുള്ളത്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഗ്ലൈസിനും, ഗ്ലൈസിൻ്റെ 1 ലെറ്റർ കോഡ് എന്ന് പറയുന്നത് ജിയും ആയതുകൊണ്ട് നമുക്കിവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ജി. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു അമിനോ ആസിഡിന് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയാം. ഇവിടെ ഗ്ലൈസിൻ മാത്രമാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ളത്. കാരണം ഇതിനും പൊതുവേ എന്ത് സ്വഭാവം വേണ്ടതെന്ന് വെച്ചാൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കൈറൽ സെന്റർ വേണം. കൈറാലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ അസിമെട്രിക് കാർബൺ ആറ്റം വേണം. ഈ അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിൽ ആർ ഗ്രൂപ്പ്സ് അറ്റാച്ച് ആവുന്ന ഗ്രൂപ്പ്സ് ബേസ്ഡ് ആണ് അസിമെട്രിക് കാർബൺ ഫോം ചെയ്യുന്നത്. ഇവിടെ പക്ഷെ നമുക്ക് ആർ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എച്ച് ആണ്, CH3 അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പ്സ് ഒന്നുമില്ല, ജസ്റ്റ് എച്ച് മാത്രമാണുള്ളൂ. അപ്പോൾ ഇവിടെ കൈറൽ സെന്റർ ഫോം ചെയ്യാത്ത കാരണം, അസിമെട്രിക് കാർബൺ ഇല്ലാത്ത കാരണം കൈറൽ സെന്റർ ഫോം ചെയ്യാത്ത കാരണം കൊണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ലാത്തത് ഉള്ളത് ഇവിടെ ഗ്ലൈസിൻ മാത്രമാണ്. അമിനോ ആസിഡ്സിലെ ഒരു യൂണിക് ആളാണ് അതുകൊണ്ട് ഗ്ലൈസിൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.